കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗ്രൗണ്ടിൽ നികേഷ് നിധിയെ വളരെ ശ്രദ്ധയോട് കൂടി തന്നെ സ്കൂട്ടി ഓടിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. പക്ഷേ വീട്ടിലിരുന്ന സുധീഷിന് ഇത് കണ്ട് ഒട്ടും തന്നെ സഹിക്കാനാവുന്നില്ല. വണ്ടി വാങ്ങിക്കൊടുത്തത് താനെ, ഭാര്യ തൻ്റേത്, എന്നിട്ട് അവളോട് ചേർന്നിരുന്ന് വണ്ടി പിടിപ്പിക്കാൻ പോയത് അവനാണോ? ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ ഭാസ്കരൻ അവിടെ ഇരുന്ന് കൂളായിട്ട് ബീഡി വലിക്കുന്നത് സുധീഷ് കാണുന്നത്. ആ ദേഷ്യം മുഴുവൻ അച്ഛൻ്റെ മേലെ അങ്ങ് തീർക്കാമെന്ന് കരുതി അവൻ അങ്ങോട്ടേക്ക് ചെന്നു. എന്താ അച്ഛാ ഈ കാണിക്കുന്നത്? എത്ര വട്ടം പറഞ്ഞു ഇങ്ങനെ വീട്ടിനകത്തിരുന്ന് പുകവലിക്കരുത് എന്ന്? ഇത് മറ്റുള്ളവർക്കും ക്യാൻസർ വരുത്തി വെക്കില്ലേ എന്ന് സുധീഷ് ചൂടായിക്കൊണ്ട് ചോദിച്ചു. അന്നേരം ഭാസ്കരൻ യാതൊരുവിധ ഭാവവ്യത്യാസമില്ലാതെ, എടാ ഞാനല്ലേ വലിക്കുന്നത്, എനിക്കല്ലേ ക്യാൻസർ വരൂ എന്ന് മറുപടി പറഞ്ഞു. പുക എല്ലായിടത്തും സ്പ്രെഡാവുമെന്ന് സുധീഷ് പറഞ്ഞപ്പോൾ, ഓ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഇത് എപ്പോഴും പറയുന്നതല്ലേ ഇത്? അച്ഛൻ തിരിച്ചടിച്ചു. അച്ഛൻ ആ ഒരു കാര്യം എടുത്തിട്ടു. എടാ നിന്റെ ഈ സങ്കടം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിനക്ക് നിധിയെ സ്കൂട്ടി പഠിപ്പിക്കാൻ പറ്റിയില്ലല്ലോ. അല്ലടാ, അവൾ സുഭാഷേട്ടനെ ഏട്ടനായും നികേഷിനെ അനിയനായൊക്കെയാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ നിന്നെയും അവളൊരു സഹോദരനായിട്ടേ കാണുന്നുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു. ഇത് കേട്ട സുധീഷ് ആകങ്ങ് ഞെട്ടിപ്പോയി. എന്താ അച്ഛാ അനാവശ്യം പറയുന്നത്? അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞെങ്കിലും ഭാര്യയാണെന്ന് അവൾക്കും കൂടെ തോന്നണ്ടേ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സുധീഷിൻ്റെ കാറ്റങ്ങ് ഊറ്റി. ഇനി അവിടെ നിൽക്കാൻ സുധീഷിന് തോന്നിയില്ല. അവൻ നേരെ ഗ്രൗണ്ടിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് നികേഷ് വണ്ടിയുടെ പുറകിൽ പിടിച്ച് അവൾ പതുക്കെ ഇങ്ങനെ നിധിയെ പഠിപ്പിക്കുകയാണ്. അത് കണ്ടപാടെ സുധീഷ് അങ്ങോട്ടേക്ക് കയറി ഇടപെട്ടു. ഇങ്ങനെയാണോടാ വണ്ടി പഠിപ്പിക്കുന്നത്? വണ്ടി കിടന്ന് വിറക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നികേഷ് അത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ അല്ലേ സുധീഷേട്ടാ എന്ന് പറഞ്ഞുവെങ്കിലും, എടാ നിന്നെയൊക്കെ വണ്ടി പഠിപ്പിച്ചത് ഞാനല്ലേ, അപ്പോൾ ഞാനല്ലേടാ ഇതിലേക്ക് വലിയ ആശാനി എന്ന് പറഞ്ഞ് സുധീഷ് നികേഷിനെ അങ്ങ് മാറ്റി നിർത്തി. എന്നിട്ട് നിധിയോട് പറഞ്ഞു, ഇവനേക്കാൾ നന്നായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. നിധിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. വേണ്ട, നികേഷ് തന്നെ പഠിപ്പിച്ചു തന്നോളുമെന്നൊക്കെ നിധി പറഞ്ഞുവെങ്കിലും സുധീഷ് സമ്മതിച്ചില്ല. സുധീഷ് വണ്ടിയിൽ കയറി നിധി പുറകെ ഇരുത്തി വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നും തിരിക്കുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുത്തു. തൻ്റെ തോളത്ത് മുറുകെ പിടിച്ചോ, താഴെ വീഴരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ സുധീഷ് ഗ്രൗണ്ടിലൂടെ ഒരു റൗണ്ട് അടിച്ചു. കുറേ നാളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച കാര്യമാണല്ലോ ഭാര്യയും പുറകിലിരുത്തി വണ്ടി ഓടിക്കുക എന്നത്. നികേഷ് ഇതൊക്കെ കണ്ട് മാറി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധീഷ് വണ്ടി നിർത്തിയിട്ട് നിധിയോട് ഓടിക്കാൻ പറഞ്ഞു. ഞാനോ, എനിക്കത്ര വശമായിട്ടില്ല, എനിക്ക് പേടിയാണ് എന്ന് നിധി പറഞ്ഞുവെങ്കിലും സുധീഷ് വിട്ടുകൊടുത്തില്ല. താൻ ഓടിച്ചാലല്ലേ പഠിക്കത്തുള്ളൂ, ലേശം ആക്സിലേറ്റർ കൊടുത്താൽ മതി, വണ്ടി പൊയ്ക്കോളും എന്ന് പറഞ്ഞ് സുധീഷ് അവളെ നിർബന്ധിച്ച് മുന്നിലിരുത്തി. താൻ പുറകിലും കയറി. യാതൊരു ആത്മവിശ്വാസവുമില്ലാതെ നിധി വണ്ടിയെടുത്തു. പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡങ്ങ് കൂടി നിയന്ത്രണം വിട്ട് രണ്ടുപേരും കൂടി ഒറ്റ വീഴ്ച. സ്കൂട്ടിയും അവരും നിലത്ത് കിടക്കുന്നു. ഇത് കണ്ട് ഓടി വന്ന നികേഷ് രണ്ടുപേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിധിയുടെ കയ്യിൽ നല്ലൊരു പോറലുണ്ട്, ചോരയും പൊടിയുന്നുണ്ട്. മതി, നമുക്കിനി വീട്ടിൽ പോവാമെന്ന് നിധി സങ്കടത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് സുധീഷിനോടങ്ങ് ചൂടായി. എന്ത് പണിയാ സുധീഷേട്ട ഈ കാണിച്ചത് എന്ന് ചോദിച്ചിട്ട് നിധിയും സുധീഷിനെ കുറ്റപ്പെടുത്തി. സുധീഷ് പറഞ്ഞിട്ടല്ലേ ഞാൻ സ്പീഡ് കൂട്ടിയത്, ഇനി ഒരിക്കലും സുധീഷിൻ്റെ കൂടെ വണ്ടി പഠിക്കാൻ ഞാനില്ല, വാ നികേഷേ നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് അവൾ നികേഷിനോടൊപ്പം തന്നെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്കെത്തിയ നിധിയെ കണ്ട് സുഭാഷ് ഓടി വന്നു. അയ്യോ ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സുധീഷ് തന്നെ ഉരുട്ടിയതാണെന്നും നിധി പരാതിയായി പറഞ്ഞു. നികേഷും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഞാൻ മര്യാദക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയിൽ സുധീഷേട്ടൻ കയറി വന്ന് വണ്ടി എടുത്തു കൊടുത്തതാ എന്നൊക്കെ പറഞ്ഞു. നിധിയുടെ കയ്യിലെ ചോര കണ്ട് സുഭാഷ് വേഗം പോയി ഓയിൻമെൻ്റ് എടുത്ത് കൊണ്ടുവന്ന് വളരെ കരുതലോടുകൂടി തന്നെ അതൊക്കെ ഇങ്ങനെ പുരട്ടിക്കൊടുത്തു. നിധിക്കത് വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയ സുധീഷിന് ഇതൊന്നും കണ്ട് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. അവൻ എന്തൊക്കെയോ പിറുപിറുത്തങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ഭാസ്കരനും അവിടെ എത്തി. അവനെ വീണ്ടും കളിയാക്കി. പിന്നാലെ വന്ന സുഭാഷ് സുധീഷിനെ കണക്കിനങ്ങ് ചീത്ത വിളിച്ചു. നിനക്കിത് എന്തിൻ്റെ കേടായിരുന്നടാ? നികേഷ് അവിടെ അവളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ, നിന്നോട് ഗ്രൗണ്ടിലേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് സുഭാഷ് അങ്ങ് ചൂടായി. വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കരുത് എന്ന് താക്കീതും നൽകി. സുഭാഷിൻ്റെ വായിൽ നിന്നും ഇഷ്ടംപോലെ ചീത്ത കേട്ട സുധീഷ് ആകെ ചമ്മി നാറി നാണം കെട്ടി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി വീണ്ടും നികേഷിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ നമുക്കിനി മുറ്റത്തു കൂടെ പതുക്കെ പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങി. ഇടയ്ക്ക് ഹരീഷും അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. ഇതൊക്കെ കണ്ട് ദേഷ്യവും അസൂയയും സഹിച്ചു നിൽക്കുകയായിരുന്നു സുധീഷ്. അവൻ വീണ്ടും അങ്ങോട്ടേക്ക് ചെന്ന് ഞാനും കൂടെ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും നിധി തീർത്തും നിരസിച്ചു. വേണ്ട, സുധീഷ് പഠിപ്പിക്കണ്ട, ഇവർ പഠിപ്പിച്ചു തന്നാൽ മതി, എനിക്കതാണ് കംഫർട്ട്. സുധീഷിൻ്റെ കൂടെ കയറിയാൽ എന്നെ അങ്ങ് കൊന്നേ വെക്കുള്ളൂ. നിധി മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. ഹരീഷ് സുധീഷിനെ കളിയാക്കാൻ തുടങ്ങി. മനുഷ്യന്മാരായ കുറച്ചൊക്കെ ഉളുപ്പ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ സുധീഷിന് ശരിക്കും അത് വല്ലാത്തൊരു നാണക്കേടായി. അപ്പോഴാണ് അവിനാഷിൻ്റെ പെങ്ങൾ ചാന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അവിനാഷ് കടയിൽ പോയിരിക്കുകയാണെങ്കിലും തിരിച്ചു വരുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകാമെന്നും അവൾ പറയുന്നുണ്ട്. നികേഷിന് ഒന്നും മനസ്സിലായില്ലെങ്കിലും സുധീഷ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. സുഭാഷ് അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന ഭാസ്കരൻ ചാന്ദിനിയോട് കിടിലൻ ഹിന്ദിയിൽ
അങ്ങ് സംസാരിച്ചു തുടങ്ങുകയാണ്. അത് കണ്ട് ബാക്കി എല്ലാവരും അന്തം വിട്ട് നിന്നുപോയി. അച്ഛൻ ഇത് എത്ര നന്നായിട്ടാണ് എങ്ങനെയാണ് ഈ ഹിന്ദി അറിയാവുന്നത് എന്നൊക്കെ നിധി ചോദിച്ചപ്പോൾ, മോളെ, ഞാൻ ലോറിയുമായി പല സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ളതല്ലേ, എനിക്ക് കുറഞ്ഞത് 4-5 ഭാഷയെങ്കിലും അറിയാമെന്ന് ഭാസ്കരൻ വീമ്പിളക്കി. പിന്നെ ചാന്ദിനിയും ഭാസ്കരനും തമ്മിൽ കുറേ നേരം സംസാരിച്ചു. ഒടുവിൽ സുധീഷ് ഇടപെട്ട് അച്ഛൻ അവിടെ നിന്നും പറഞ്ഞയച്ചു. പിന്നെ നികേഷും സുധീഷും ഹരീഷും കൂടി അവളോട് കുറച്ചു നേരം ഹിന്ദിയും മലയാളവും ഒക്കെ മിക്സ് ചെയ്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് സുഭാഷ് അവൾ അവിടെ നിന്നും പറഞ്ഞയച്ചത്. അവൾ പോയതിനു ശേഷം മുറ്റത്തേക്ക് വീണ്ടും ആ ഒരു ഡ്രൈവിംഗ് പ്രാക്ടീസ് തുടങ്ങി. ഇത് കണ്ട് സഹിക്കെട്ട് നിൽക്കുന്ന സുധീഷിനോട് ഭാസ്കരൻ വീണ്ടും വന്ന് പറഞ്ഞു, എടാ, നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവളെ നിനക്കിനി കിട്ടാനൊന്നും പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവൾ അങ്ങ് പറന്നു പോകും. ഇതെല്ലാം കേട്ടപ്പോൾ സുധീഷിന്റെ സമനില അങ്ങ് തെറ്റി. ഇനിയും ഇവിടെ വന്ന് നിന്നിട്ട് കാര്യമില്ല, നാണക്കേട് മാത്രം മിച്ചം. അങ്ങനെയൊക്കെ കരുതി അവൻ വേഗം തന്നെ അവിടെ നിന്നും നടന്നു നീങ്ങി. തന്നോട് അവൾക്ക് യാതൊരുവിധ സ്നേഹവുമില്ല. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവൾ വെറും ഒരു സഹോദരനായിട്ടാണ് തന്നെ ഇത്ര കാലം കാണുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ സുധീഷിന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടവും അതുപോലെയുള്ള ചിന്തയുമായി അവൻ അവിടെ നിന്നും നടന്നു നീങ്ങാണ്. അങ്ങനെ സങ്കടവും ദേഷ്യവും ഒക്കെയായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി സുധീഷ് നേരെ പോയത് കവലയിലുള്ള ചായക്കടയിലേക്കാണ്. അവിടെ ചെന്ന് ഒരു മൂലക്ക് മാറിയിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്കുകൾ തന്നെയായിരുന്നു. അവൾ നിന്നെ വെറും ഒരു സഹോദരനെ പോലെ കാണുന്നുള്ളൂ എന്ന അച്ഛൻ്റെ ആ ഒരു പരിഹാസം ഓർത്തപ്പോൾ സുധീഷിനെ നെഞ്ചൊന്ന് പിടഞ്ഞു. താൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവൾക്കെന്താ അതൊന്നും മനസ്സിലാവാത്തത് എന്ന് അവൻ ചിന്തിച്ചു കൂട്ടി. ഇരുട്ട് വീണു തുടങ്ങിയപ്പോൾ അവന് വീട്ടിലേക്ക് പോവാതിരിക്കാൻ പറ്റിയില്ല. പതിയെ നടന്ന് വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കട്ടിലിൽ നിധി ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിലെ ആ ഒരു ബാൻഡേജിലേക്ക് നോക്കിയപ്പോൾ സുധീഷിന് എന്തോ വല്ലാത്ത കുറ്റബോധം തോന്നി. അവനൊന്നും മിണ്ടാതെ ജനലിൻ്റെ അടുത്തേക്ക് പോയി നിന്നു. കുറച്ചു നേരം ആ മുറിയിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ഒടുവിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സുധീഷ് തന്നെ ചോദിച്ചു, നിനക്കെന്നോട് ശരിക്കും എന്താ നിധി പ്രശ്നം? അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ നിനക്കൊരു ഭർത്താവായിട്ട് കാണാൻ പറ്റുന്നില്ലേ? എന്നെ വെറും ഒരു ഏട്ടനായിട്ട് മാത്രമാണോ നീ കാണുന്നത് എന്ന് ചോദിച്ചതും നിധി ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. അവൾ വേഗം തന്നെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ സുധീഷ് ഈ പറയുന്നത്? ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് എന്ന് നിധി ചോദിച്ചപ്പോൾ സുധീഷിനെ നിയന്ത്രണം വിട്ടുപോയി. പിന്നെ ഞാൻ എന്ത് കരുതണം? ഞാൻ വണ്ടി പിടിപ്പിക്കാൻ വന്നപ്പോൾ നീ എന്നെ ഒഴിവാക്കി വിട്ടു. ആ നികേഷിനെയും ഹരീഷിനെയും കൂടെ നിനക്ക് യാതൊരുവിധ പേടിയുമില്ലല്ലോ. എനിക്ക് നിന്നെ ഒന്ന് തൊടാൻ പോലും അവകാശമില്ലേ? എനിക്കില്ലാത്ത എന്ത് കെയറിങ്ങാണ് സുഭാഷേട്ടൻ നിനക്ക് തരുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സുധീഷിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകിയിരുന്നു. അവൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് നിധിയുടെ മനസ്സ് വല്ലാതങ്ങ് അലിഞ്ഞുപോയി. അവൾ പതുക്കെ അവൻ്റെ തോളിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് യാതൊരു വെറുപ്പുമില്ല സുധീഷേ. നിങ്ങൾ എൻ്റെ ഭർത്താവൊക്കെ തന്നെയാണ്, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു ദേഷ്യവും എടുത്തുചാട്ടം എനിക്ക് പേടിയാവുന്നു. വണ്ടി പഠിപ്പിക്കാൻ വന്നപ്പോൾ നിങ്ങൾക്കൊരു ക്ഷമയും ഉണ്ടായിരുന്നില്ല, അതാ ഞാൻ വീണത്. അല്ലാതെ നിങ്ങളെ ഞാൻ വെറും ഒരു ഏട്ടനായിട്ടോ അല്ലെങ്കിൽ സഹോദരനായിട്ടോ ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ നിധി പറഞ്ഞപ്പോൾ സുധീഷിൻ്റെ ഉള്ളിലെ ആ ഒരു വലിയ ഭാരം അങ്ങ് ഇറക്കി വെച്ചതുപോലെ തോന്നി. അവൻ കരഞ്ഞുകൊണ്ട് അവളുടെ 2 കൈകളും കൂട്ടിച്ചേർത്ത് പിടിച്ചു. എന്നോട് ക്ഷമിക്ക്. നിന്നെ മറ്റുള്ളവരോടൊപ്പം ചിരിച്ച് കളിച്ച് കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതാ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചത്. ഇനി ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല എന്ന് സുധീഷ് ഗദ്ഗതത്തോടെ പറഞ്ഞു. അന്നത്തെ ആ ഒരു രാത്രി അവർക്കിടയിലുള്ള വലിയൊരു മഞ്ഞുരുക്കത്തിന് കാരണമാവാണ്. സുധീഷിൻ്റെ ഉള്ളിലെ സ്നേഹം എത്രത്തോളമാണെന്ന് നിധിക്ക് ആദ്യമായിട്ട് ശരിക്കും അങ്ങ് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ മുറ്റത്ത് പതിവ് പോലെ വണ്ടി പഠിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. നികേഷും ഹരീഷും അവിടെയുണ്ട്. സുധീഷ് അങ്ങോട്ടേക്ക് വന്നതേയില്ല. അവൻ ഉമ്മറത്ത് തന്നെ മാറി നിൽക്കുമായിരുന്നു. ഇന്നലെ പറഞ്ഞ വാക്ക് അവൻ പാലിക്കുന്നത് കണ്ട് നിധിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. വണ്ടിയിൽ കയറാൻ പോയ നിധി പെട്ടെന്ന് തിരിഞ്ഞ് ഉമ്മറത്തേക്ക് നോക്കി വിളിച്ചു, സുധീഷേ, അവിടെ നിൽക്കാതെ ഇങ്ങോട്ടേക്ക് വാ. എനിക്ക് നിങ്ങളൊന്ന് വണ്ടി ഓടിപ്പിക്കാൻ പഠിച്ചു തരണം. ഇത് കേട്ടപ്പോൾ അവിടെ നിന്ന് സുഭാഷും നികേഷും ഭാസ്കരനച്ചനൊക്കെ ശരിക്കും അങ്ങ് അന്തം വിട്ടുപോയി. സുധീഷാണെങ്കിൽ സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ പോലും പറ്റാതങ്ങനെ നിൽക്കാണ്. അവൻ്റെ മുഖത്ത് അതുവരെ ഇല്ലാത്ത വല്ലാത്തൊരു ചിരി പടർന്നു. അവൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ സുധീഷിൻ്റെ കയ്യും പിടിച്ച് നിധി സ്കൂട്ടിയിലേക്ക് കയറുമ്പോൾ ഇനി തങ്ങളെ പിരിക്കാൻ ആർക്കും കഴിയില്ല എന്ന വലിയൊരു വിശ്വാസം സുധീഷിൻ്റെ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവിടെ അച്ഛൻ ഭാസ്കരൻ്റെ മുഖം ചുളിയുന്നതും ബാക്കി എല്ലാവരും സന്തോഷത്തോടു കൂടി അവരെ നോക്കി നിൽക്കുന്നതൊക്കെ എല്ലാം കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.